പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ കാലയളവിൽ നന്നായി പ്രവർത്തിക്കുവാനും കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിവ് പകരുവാനും സാധിച്ചതിനെ അങ്ങയോട് 1000 നന്ദി പറയുന്നു. ശിഷ്ടജീവിതം ധന്യമായും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായും ചെലവഴിക്കുവാൻ അമ്മയെ സഹായിക്കണമേ. ഇന്നേ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന പപ്പയെയും അമ്മയെയും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദീർഘായുസ്സവും ആരോഗ്യവും മാനസിക സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ ഹൃദയമേ, ഈശോയുടെ ഹൃദയമേ, നിങ്ങളുടെ ഇരുവരുടെയും ജന്മദിനം അതുകൂടി 2 ചടങ്ങുകളാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ കുടുംബാദികൾക്കും, അതുപോലെ തന്നെ അധ്യാപകർക്കും എല്ലാവർക്കും ആദ്യമായി തന്നെ ഔദ്യോഗികമായി വിരമിക്കുന്ന അമ്മയ്ക്ക് ബൊക്കെ നൽകി നമ്മൾ സ്വീകരിക്കുകയാണ്. ബൊക്കെ നൽകുന്നതിനായിട്ട് ജോണിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2 പേരുടെയും ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ 2 പേരും അമ്മ പപ്പയ്ക്ക് ബൊക്കെ നൽകി സ്വീകരിക്കുന്നു. അടുത്തത് നമുക്ക് കേക്ക് മുറിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് വെള്ളം കഴിക്കുകയും കേക്ക് കഴിക്കുകയും ചെയ്യാം. നേരെ ഭക്ഷണത്തിലേക്ക് കിടക്കാം. നല്ലൊരു അന്തരീക്ഷമാണ്. മോഡലാണ് നമ്മളോട് അറിയിച്ചിരുന്നത്. നമുക്ക് സൗകര്യം പോലെ എടുത്ത് കഴിക്കാം. ഇരിക്കാൻ സൗകര്യവും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രസിഡന്റിന്റെ ആദ്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതോടൊപ്പം 2 പേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്നു. 2 കൂടി ആഘോഷിക്കുന്നു. ബർത്ത്ഡേ ദിവസം മെയ് 31 ഔദ്യോഗികമായിട്ട് ഇവിടെ പറയുന്നുണ്ടെങ്കിലും നമ്മളത് സൗകര്യാർത്ഥം എല്ലാവരും സൗകര്യത്തിന് വേണ്ടി 20 ആക്കിയിരിക്കണം. 20 ആകുമ്പോൾ വേറെ പ്രത്യേകമുള്ളത് 2 പേരും ബർത്ത്ഡേ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഭാവി ജീവിതം ആസുരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2 പേർക്കും ജന്മദിനം ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛമ്മ 27 വർഷത്തെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ ടീച്ചറുടെ കീഴിലാണ് ഇത്രയധികം വർഷം സർവീസ് ചെയ്തത്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റെടുത്ത ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ്. അതിന് ടീച്ചർക്ക് അഭിമാനിക്കാം. ടീച്ചർക്ക് ഈ സർവീസിൻ്റെ ഇടയിൽ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ടീച്ചർ തരണം ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ്. അതിന് ടീച്ചർ ഏറ്റവും സഹായിച്ചത്
ഇല്ലാത്ത നിലയിലെത്തി. നല്ല സ്നേഹനിധിയായ മരുമക്കളെ തന്നെ ടീച്ചർക്ക് ലഭിച്ചു. അപ്പം ഇനിയുള്ള ടീച്ചറുടെ ജീവിതം സന്തോഷവും സമാധാനവും ആരോഗ്യപൂർണവുമായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇവരെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. രണ്ടുപേരുടെയും ജന്മദിനം അതേ ദിവസത്തിൽ തന്നെ റിട്ടയർമെന്റിന്റെ ആഘോഷങ്ങൾ കൂടി ആഘോഷിക്കാൻ പറ്റിയൊരു സമയം. എന്ത് തന്നെയായാലും 28 വർഷത്തെ സർവീസിന് ശേഷം ടീച്ചറെ വിരമിക്കുന്നു. അതുപോലെ തന്നെ ജോൺസൺ ചേട്ടന്റെ കൂടെ എത്ര വർഷമായി? ഓർമ്മയില്ല. 34 വർഷത്തെ ദാമ്പത്യ ജീവിതം. അത് രണ്ടുപേരും ഒരേ ദിവസം കയറിയത്. സുദീർഘമായ സേവനത്തിന് ശേഷം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നിന്ന് ജാൻസി ടീച്ചർ വിരമിക്കുന്നു. ഇത്രയും എത്തിച്ചേർന്നതിന് സർവേസിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങള് 93 തൊട്ടുള്ള ഞങ്ങളുടെ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. റിട്ടയർ ചെയ്യുന്ന ഈ അവസരത്തിൽ ജഗദീശ്വരൻ എല്ലാവിധ ആയുരാരോഗ്യവും സർവ്വ നന്മകളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പണ്ടൊക്കെ വിടവാങ്ങല് 55 വയസ്സിലാണെങ്കിൽ ഇപ്പോൾ 1 വർഷം കൂടി സർവീസിന് സന്തോഷത്തോടെ ചെലവഴിക്കാൻ സാധിച്ചു. സമാധാനത്തോട് കൂടിയിട്ട് ആരോഗ്യവതിയായിട്ട് ഇത്രയും കാലം ഗവൺമെന്റിനെ സേവിക്കാൻ, നാട്ടുകാരെ സേവിക്കാനൊക്കെയുള്ള അവസരം വിനിയോഗിക്കാൻ സാധിച്ചു. അതിനേക്കാളുപരി മറ്റത്തിലൊരു വിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമ്മുടെ കുടുംബത്തെ ജാൻസി സേവനം ചെയ്തു വന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ വിദ്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇത്രയും കാലം വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ അത് പൂർത്തിയാക്കി സന്തോഷത്തോടെ വിടവാങ്ങുമ്പോൾ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതിന് വലിയ ഉത്തമമായിട്ട് തെളിവാണ്. പണ്ട് പോലെ തന്നെ ആ വിദ്യാലയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ വൃത്തിയായി നടന്നു പോകാൻ വേണ്ടി അമ്മയോടൊപ്പം മക്കളും ചേർന്ന് സ്വന്തം വീട് പോലെ വിദ്യാലയത്തെ സംരക്ഷിക്കുന്നതൊക്കെ ഞാൻ സാധിക്കും. ഞാൻ ഈ സമയം ഞാനിവർക്ക് നന്ദി. ആശംസകളൊന്നും പറഞ്ഞിട്ട് വലിയ പിടിപാടൊന്നുമില്ല. പക്ഷെ എന്നാലും ജോൺസേട്ടൻ്റെ താല്പര്യപ്രകാരം ഞാനിവിടെ തുടങ്ങി. എന്നാലും റിട്ടയർമെൻ്റ് ഒരു അവസാനമൊന്നുമില്ല, വേറെ ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകേണ്ട വിഷയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ നേരം പോലെ ചെയ്യാം. വീട്ടിൽ സഹായിക്കാം. നമുക്ക് ഏറ്റവും പറയുന്ന എല്ലാവിധ ഐശ്വര്യവും സമാധാനം ഉണ്ടാകട്ടെ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധിയായി നീ ചെയ്തൊരു നന്മയ്ക്കും
അവന്